നടത്തിയപ്പോൾ ഖുർആൻ ഖുർആനിനേക്കാൾ മുമ്പാണ് ശാസ്ത്രലോകം ഇന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകൾ ഇറക്കുന്ന നിരീശ്വരവാദികളോട് പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയുമോ? ചന്ദ്രനിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്നെങ്കിൽ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദീനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ആളുകളെ പുറത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വര ചിന്തകളോട് പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്ദാരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെ മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നു പോയിക്കോളുവിന്. എന്നാൽ ഇതെല്ലാം ഒരു അധികാര ശക്തി കൂടാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റിയാലും വിശുദ്ധമായ ഖുർആനിന് തെറ്റുപറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശാസ്ത്രത്തിന് തെറ്റിപ്പോയ ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇന്ന് എന്തെങ്കിലും അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഇന്ന് ശാസ്ത്രലോകം പുരോഗമിക്കുമ്പോൾ അള്ളാനെ മറന്നുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകൾ കുത്തിയിറക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കാനാണ് നിങ്ങൾ ബഹിരാകാശങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ, ഇന്ന് ബഹിരാകാശങ്ങളിൽ ഓരോ സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, അള്ളാഹു സംവിധാനിച്ച ഈ ഗ്രഹങ്ങളിലും ആകാശ ലോകത്തുള്ള സംവിധാനങ്ങളിലെ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ. പ്രിയമുള്ളവരെ, ചോദിക്കുകയാ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം സംവിധാനിച്ചാൽ പഠിച്ചാൽ അതിൽ ഒരു 100 ന്യൂനതകൾ കാണും, ഏറ്റക്കുറവുകൾ കാണും. പ്രിയമുള്ളവരെ, എന്നാൽ അള്ളാഹ് പഠിച്ചതിൽ ഏറ്റക്കുറവുകളില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുവിനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ. ഇന്ന് ഖുർആൻ പിറകെയാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രലോകമാണ് മുമ്പിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെയും ദീനിന്റെ അഖിലുകാരെയും എന്റെ പ്രിയപ്പെട്ടവരെ വഴിപിഴപ്പിക്കാനായിട്ട് കടന്നു വരുന്ന നിരീശ്വര ചിന്തകളോട് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ചോദിക്കുകയാണ്,